എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സച്ചി നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെന്നേക്കുവാണ്. എന്നിട്ട് വിവാഹത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ വിവരമെല്ലാം എൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം. ഞാനും പറയുമായിരുന്നു, നല്ല തൻ്റേടമുള്ള കുടുംബം നോക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താത്തത് കൊണ്ടാണ് ഇത്രയും നാളും എൻ്റെ വിവാഹം നീണ്ടുപോയത്. ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുവാണ്. ഗോവിന്ദനും കനകയും ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ചോദിക്കും, ഇതെന്താ ഞാൻ മാത്രം സംസാരിക്കുന്നത്, അച്ഛനും അമ്മയും എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കും. അന്തേക്കും കനക പറയുക, സച്ചിമോൻ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസം, അത് കേട്ടുകൊണ്ടിരിക്കുവാണ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അനിയെപ്പറ്റി ചോദിക്കുന്നു, അനി ഇങ്ങോട്ട് വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പം, ആ പയ്യൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇത്തിരി കഷ്ടമായി പോയല്ലേ. ഇതാ പറയുന്നത്, ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു എന്ന്. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ശരിക്കും അവർ തമ്മിലുള്ള വിവാഹം കുഴപ്പമില്ലാതെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ അനി നന്ദുവിൻ്റെ പുറകെ ശല്യമായിട്ട് വരികയില്ലായിരുന്നല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീവിതം എന്താകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് വിവാഹം പെട്ടെന്ന് നടത്തണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ജാതകം നോക്കി അമ്മയെ നോക്കിയായിരുന്നു, അതൊക്കെ നന്നായിട്ട് ചേരും, കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഞാനും നോക്കി, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് പുകഴ്ത്തി പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, കൈക്കൂലി വാങ്ങാറില്ല, സത്യസന്ധത പുലർത്താറുണ്ട് ജോലിയോട് എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, വിവാഹത്തിന് ശേഷം നന്ദു ഞാനും കൂടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം എന്നാണ് കരുതിയിരിക്കുന്നത്. നന്ദുവിന് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നന്ദുവിന് കിട്ടും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആകുന്ന നന്ദുവിന് ഞാൻ സല്യൂട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ. അങ്ങനെ അവരെയും സന്തോഷിപ്പിച്ചിട്ടായിരുന്നു സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പക്ഷേ ഈ സമയം നമ്മുടെ അനിയും നന്ദുവും കൂടെ വേറൊരു സ്ഥലത്ത് പോയിരുന്ന അവരുടെ ഭാവി പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ്. ഭയങ്കര സന്തോഷത്തിലാണ് നന്ദു പറയുന്നുണ്ട് അനിയോട്, നീ ഒരു കാര്യം ഓർത്തോ, എന്തൊക്കെ സംഭവിച്ചാലും ആ CA എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല, അതൊരിക്കലും നടക്കുകയില്ല. ഇനിയിപ്പം നമുക്ക് ഒരുമിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിച്ചോളാം, നിന്നെ മനസ്സിലിട്ടുകൊണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അനി നന്ദുവിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ആ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട്. അന്നേരം നന്ദു ചോദിക്കും, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കേൾക്കുമോ എന്ന്. അന്നേരം അനി തിരിച്ചു ചോദിക്കുവാണ്, ഞാൻ നിൻ്റെ പുറകെ നടക്കരുത്, നിന്നെ കാണാൻ ശ്രമിക്കരുത്, അങ്ങനെയൊക്കെയാണോ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പം, അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് കാണാൻ പറ്റുമോ, അതൊന്നുമല്ല, നീ ഇനി കമ്പനിയിലേക്ക് പോകണം, നിന്നെ 3 ബ്രാഞ്ച് ഏൽപ്പിച്ചത് വിശ്വസിച്ചാണ്, അത് ആദർശേട്ടനും മുത്തശ്ശനും നിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ സമ്മതിച്ചിട്ട് നിന്നെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്, അത് നീ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യണം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് ആ ബ്രാഞ്ചിലാണ് എന്ന് പറയുമ്പം നന്ദു ചോദിക്കും, അത് നിൻ്റെ കഴിവുകൊണ്ടല്ലല്ലോ, ആദർശേട്ടനും അവിടുത്തെ മാനേജർമാരും എല്ലാവരും കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അങ്ങനെയല്ല, നിൻ്റെ കഴിവുകൊണ്ട് ആ ബ്രാഞ്ച് മുന്നിലെത്തണം, അതുകൊണ്ട് നീ അങ്ങനെ പോകണം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പം എൻ്റെ മനസ്സ് ഫ്രീ ആണ്, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. ഇതുവരെ എനിക്ക് ആകെ ടെൻഷനായിരുന്നു, അവൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. അടുത്ത ഒരു ഓണമോ വിഷുവോ ഒക്കെ വരുമ്പോൾ നോക്കിയോ, നമ്മുടെ ബ്രാഞ്ചായിരിക്കും ഏറ്റവും മുന്നിൽ പോകുന്നത്, അത് ഞാൻ തന്നെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദുവിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ ബിസിനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ എപ്പോഴും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പം നന്ദു പറയും, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ, പോലീസുകാരുടെ ജീവിതം അങ്ങനെയാണ്, ആരെങ്കിലും വിളിച്ച് അന്നേരം ചെല്ലേണ്ട ഒരു അവസ്ഥയാണ് എന്ന് പറയുമ്പം അനി പറയും, അതെനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് വിവാഹശേഷം നീ കാക്കിയൊക്കെ ഊരി വെച്ച് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം, വിവാഹമല്ലേ, അത് നടക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം എന്ന് നന്ദു പറയും. അന്നേരം അനി പറയാം, ഇനി അതിന് എത്ര കാലം കാത്തിരിക്കണമെന്ന് ആർക്കറിയാം, അതിനിടയ്ക്ക് ഒരുത്തൻ നുഴഞ്ഞു കയറി വരുന്നത് എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്ക് അയാളെപ്പറ്റി കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, അയാൾ ഒരു കാരണവും ഇല്ലാതെ വെറുതെ അച്ഛൻ്റെ അമ്മയുടെയും പുറകെ നടന്ന് അയാൾ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും എത്രയൊക്കെ ഇമ്പ്രസ് ചെയ്താലും എൻ്റെ മനസ്സിൽ അയാൾക്ക് കയറാൻ പറ്റത്തില്ല, ആ മനസ്സിൽ വേറൊരാൾ ഇരിപ്പുണ്ട്, എൻ്റെ അനി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് സന്തോഷത്തോടെ അനി നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോരുവാണ്. അന്നേരം രണ്ടുപേരോട് ഒരുമിച്ചൊരു ബൈക്കിലാണ്, തൊട്ടുപുറകെ നമ്മുടെ വേണുവും അനാമികയെത്തുവാണ്.
എപ്പം നന്ദുവും അനിയും പുറത്തിറങ്ങിയാലും അതിന് പുറകിൽ ഒന്നെങ്കിൽ വേണു അല്ലെങ്കിൽ അനാമിക, അല്ലെങ്കിൽ വേണു അനാമിക ഒരുമിച്ച് അവരുണ്ട് കേട്ടോ. ഏതായാലും ക്രോസ് ചെയ്ത് അവർ ഫ്രണ്ടിലോട്ട് കയറിപ്പോയി കഴിയുമ്പോഴേക്കും അത് അവൻ്റെ ബൈക്കല്ലേ അച്ഛാ എന്ന് ചോദിക്കുവാണ് അനാമിക വേണുവിനോട്. അന്നേരം അത് അവൻ തന്നെയാണെന്നാണ് തോന്നുന്നത്, പുറകിലിരിക്കുന്ന അവൻ്റെ ആരെങ്കിലും കൂട്ടുകാരായിരിക്കും എന്ന് പറയുമ്പോൾ കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്ന് നമുക്കറിയണം, അത് നമ്മളുടെ കേസിന് ഒരു ഉപകാരമായിരിക്കും, അതുകൊണ്ട് അച്ഛൻ സ്പീഡിൽ ചവിട്ടി വിടുക എന്ന് പറയുവാണ്. ഏതായാലും അനിയുടെയും നന്ദുൻ്റെയും പുറകെ വേണുവും അനാമികയും ചെല്ലുന്നു. ഇവർ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങുക. ആ സമയത്ത് അവരവിടെ വണ്ടി കൊണ്ടിടുന്നു. എന്നത്തെയും പോലെ അവർ വീഡിയോ എടുക്കുന്നു. ഇവർക്ക് വീഡിയോ എടുക്കാനേ ഈ സമയമുള്ളൂ. ഏതായാലും നന്ദുവും അനിയും കൂടെ ഒരുമിച്ച് നിന്ന് ജ്യൂസ് കുടിക്കുകയാണ്. അപ്പം നന്ദു ഇടയ്ക്ക് അനിയുടെ മുഖത്തെ പറ്റി ഏതാണ്ട് തൂത്ത് കളയുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോ എടുക്കുകയാണ്. അന്നേരം അനാമിക അതിനിടയ്ക്ക് പറയുന്നുണ്ട്, വേറെ ആരെ അവൻ വിവാഹം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഇവർ തമ്മിൽ ഒന്നിക്കരുത്, ഞാനും അവനും തമ്മിൽ ഇപ്പം ഒരു ബന്ധമില്ലെങ്കിൽ പോലും അവരൊരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, ഈ വീഡിയോ നന്നായിട്ട് അങ്ങ് എടുത്തു, എന്നിട്ട് ആ സി എയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കണം, അന്നേരം സി എ നോക്കിക്കോളും അവൻ്റെ കാര്യം, പിന്നെ അവനെ ജയിലിൽ കിടക്കാനേ നേരം കാണുള്ളൂ, പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് നന്നായിട്ട് സി എ ഒന്ന് തിളപ്പിച്ച് വിടണം, അതിന് നന്നായിട്ട് വീഡിയോ എടുത്തു എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവരവിടുന്ന് പോകുന്നത് വരെയുള്ള വീഡിയോ അനാമിക എടുക്കുന്നുണ്ട്. അവർ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് അനി പൈസ കൊടുക്കാൻ തുടങ്ങുമ്പം, എടാ ഞാൻ ശമ്പളക്കാരിയാണ്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദു കൊടുക്കും. എന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് ബൈക്കിൽ കയറി അങ്ങ് പോകും. അത്രയും എടുക്കുക. അന്നേരം വേണു പറയുന്നുണ്ട്, പരിസരബോധവും പോലും ഇല്ലാതെയാണ് അവൾ അവനെ പറ്റിച്ചേർന്ന് ബൈക്കിലിരിക്കുന്നത്, നാണം കെട്ടവൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ഈ വീഡിയോ കൊണ്ട് സച്ചിയെ കാണിക്കുവാണ്. അന്നേരം സച്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ട്, പക്ഷെ അത് അത്രത്തോളം അങ്ങ് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുവാണ്. എന്നിട്ട് പറയുക, ഇത് വെറും സൗഹൃദം മാത്രമാണ് എന്നൊക്കെ എനിക്കറിയാം, കാരണം നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ വിവാഹം കഴിപ്പിച്ചു വിട്ടേക്കുന്നത് ഈ അനിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അനിയനെ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ നന്ദുവിന് പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരുടെ സൗഹൃദമാണ് ഇത് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, സി എ സാറെ കണ്ണടച്ച് ഇരുട്ടാക്കുമൊന്നും വേണ്ട, അവർ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ അകത്താക്കുവാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് വരെ അവൻ ജയിലിൽ തന്നെ കിടക്കണം, അതിന് നിങ്ങൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക. അന്നേരം വേണു പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പാരയാകും, കാരണം അന്നേരം നന്ദുവിനെ അന്വേഷിച്ച് അവൻ വരും എന്ന് പറയുക. അന്നേരം സച്ചി പറയുന്നുണ്ട്, അങ്ങനെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ പെണ്ണിൻ്റെ പുറകെ അവൻ നടന്നിട്ടുണ്ടെങ്കിൽ അവനെ നട്ടൽ ഞാൻ ചവിട്ടി ഓടിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ, ഈ നന്ദുവിൻ്റെ സ്വഭാവം സാറിന് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുവാണ്, വിവാഹം കഴിഞ്ഞ് അവൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന്. അന്നേരം അനാമിക പറയും, അതൊക്കെ പണ്ടല്ലേ സാറേ, ഇന്നത്തെ കാലത്ത് നടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ദേഷ്യവും സങ്കടവും എല്ലാം മനസ്സിൽ കിടന്നുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏതായാലും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക, അവൻ അകത്ത് കിടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ ആ വീഡിയോ കണ്ടത്. ഏതായാലും സച്ചി പോയി കഴിയുമ്പോൾ വേണു പറയുന്നുണ്ട്, ഇയാൾ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ നട്ടലിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാകും, വിവാഹശേഷവും അവളെ അന്വേഷിച്ച് അവൻ ചില, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയുവാണ് വേണു. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തല്ലോ, അച്ഛൻ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വണ്ടി കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി 3 ബ്രാഞ്ചും ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നു. നേരെ ഒരു ബ്രാഞ്ചിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു, അതിനെപ്പറ്റി നിങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം, ഇനി തൊട്ട് നിങ്ങളോടൊപ്പം ഞാനും കാണും, ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ ഇവിടെയാണ് ഉണ്ടായത്, അതിന് കാരണം നിങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വിജയത്തിലും നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാവും പ്രവർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രസംഗമൊക്കെ നടത്തിയിട്ട് നേരെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ മാനേജർ വരും. എന്നിട്ട് മാനേജർ പറയുന്നുണ്ട്, സാർ ഈ ബ്രാഞ്ചിലോട്ട് വരാതെ ഇതൊന്നും നോക്കാതെ ഇരിക്കുന്നത് ആദർശ് സാറിന് ഭയങ്കര സങ്കടമായിരുന്നു, ഏതായാലും ഈ സംഭവം അറിയുമ്പോൾ ആദർശ് സാറിന് ഭയങ്കര സന്തോഷമാകും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ ചേട്ടനോട് പോലും പറയാതെയാണ് വന്നത് എന്ന്. അന്നേരം പറയുന്നുണ്ട്, സാറിൻ്റെ വലിയൊരു ആഗ്രഹമാണ്, അനിയും ഒരു ബിസിനസ്സുകാരനായി ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ആദർശിൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുന്നു എന്നാണ് അനി പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സന്തോഷം നടന്ന കാര്യം മാനേജറെ നേരെ വിളിച്ച് ആദർശിനെ അറിയിക്കുന്നുണ്ട്. ആദർശിന് ഭയങ്കര സന്തോഷം. അന്നേരം നയനെ അങ്ങോട്ട് ക്യാബിനിലേക്ക് വരും. അന്നേരം നയനോട് പറയുന്നുണ്ട്, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ, എന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനി ഇന്ന് ബ്രാഞ്ചിൽ ചെന്നു, ഇനി തൊട്ട് അവനെന്നും ബ്രാഞ്ചിൽ വരും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നോക്കാമെന്നൊക്കെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി സന്തോഷത്തോടെ വായും തുറന്നിച്ചിരിക്കുന്നത് നമ്മൾ നയനെ കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നന്ദുവാണ് എന്നറിയുമ്പോൾ നയന സഹിതം നേരെ തിരിയുകയും ചെയ്യും. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.